ഏറ്റവും കൂടുതൽ കോപ്പികളും സെക്കൻഡ് ക്വാളിറ്റി പ്രൊഡക്റ്റുകളും കൂടുതൽ വരുന്നത് ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ വാച്ചസ്. എന്നെ അറിയുന്ന എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയാറ്, നിങ്ങൾക്ക് അറിയുന്ന മേഖലയിൽ നിങ്ങൾ ബിസിനസ് ചെയ്യും. 10 റിയാലിൻ്റെ വാച്ചസും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ മില്യൺസ് വില വരുന്ന വാച്ചസുകളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഓഫ് കോഴ്സ് അത് ഉപയോഗിക്കുന്നവർ അത് ആ ഒരു സോഷ്യൽ സിമ്പിളായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. വിജയത്തിൻ്റെ പിന്നിൽ ഒറ്റ വാക്കിൽ ഒരു ഉത്തരമാണ് വേണ്ടതെങ്കിൽ അത് സ്റ്റാഫുകളാണ്. സ്വിസ് മെഷീൻസ് ആണ്, സ്വിസ് വാച്ചസുകളാണ് ഡ്യൂറബിലിറ്റിയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. 1 ഇയർ മുതൽ 1.5 ഇയേഴ്സ് വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഒരു വാച്ച് റോളക്സിൻ്റെ കിട്ടുന്നത്. ഒരിക്കൽ വന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ അവർ 3-4 പേർക്ക് സജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ കിട്ടുന്ന കസ്റ്റമറാണ് നമുക്ക് കൂടുതലുള്ളത്. നമ്മുടെ നാട് വിട്ട് എത്രയോ ചെറുപ്പക്കാരാണ് പ്രവാസികളാവുന്നത്. പലരും തൊഴിൽ തേടിയാണ് വരുന്നത്. പക്ഷെ ചിലരുണ്ട് തൊഴിൽ തേടി തൊഴിൽ കണ്ടുപിടിച്ച് അതിനെക്കുറിച്ച് പഠിച്ച് പിന്നീട് സംരംഭം തുടങ്ങി നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ചില സംരംഭകർ, ചില പ്രവാസികൾ. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കിൻ്റെ ഒരു പുതിയ ഒമാൻ എഡിഷനിലേക്ക് സ്വാഗതം. മസ്കറ്റിലെ സ്റ്റുഡിയോയിൽ ഇരുന്നു കൊണ്ട് സ്നേഹത്തോടെ എൻ്റെ സുഹൃത്തു കൂടിയായ അനസുമായി സംസാരിക്കാനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തെ ഞാൻ വിളിക്കുക വാച്ചുകളുടെ രാജകുമാരൻ എന്നാണ്. വേണ്ട, സുൽത്താൻ എന്ന് തന്നെ നിങ്ങൾ വിളിച്ചോളും. അനസ്, സ്വാഗതം സ്പാർക്കിൻ്റെ ഈ ഒമാൻ എഡിഷനിലേക്ക്. താങ്ക് യു സാർ. താങ്ക് യു. താങ്കളെ പരിചയപ്പെട്ട നാൾ തൊട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, താങ്കൾ വാച്ചുകളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. തീർച്ചയായും. അതുകൊണ്ട് തന്നെ എനിക്കും കുറേയധികം കാര്യങ്ങൾ താങ്കളുടെ സംരംഭത്തെക്കുറിച്ചും വാച്ചുകളെക്കുറിച്ചും എൻ്റെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട്. താങ്കളുടെ നാട് എവിടെയാണ്? നാട് എൻ്റെ പട്ടാമ്പി, പാലക്കാട് ജില്ലയിലാണ്. പഠിച്ചതെല്ലാം +2 വരെയും പഠിച്ചത് പട്ടാമ്പി തന്നെയായിരുന്നു. അതിനുശേഷം തമിഴ്നാട് ഈറോഡ് എന്നുള്ള സ്ഥലത്താണ് പഠിച്ചതും ഡിഗ്രി ഗ്രാജുവേഷൻ എടുത്തതും. ഗ്രാജുവേഷൻ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിരുന്നു. ലൈക്ക് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സായിരുന്നു, BSc. സോ അത് അന്നത്തെ +2 കാലഘട്ടം കഴിഞ്ഞപ്പോൾ ആ ഒരു പ്രായത്തിൻ്റെ പക്വത കൊണ്ട് നമ്മൾ പോയ ഒരു കോഴ്സായിരുന്നു അത്. പക്ഷേ സിനിമാ മോഹമൊക്കെ ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ്, തീർച്ചയായും. ഇപ്പോഴും സിനിമാ മോഹത്തിന് കുറവൊന്നുമില്ല, സിനിമ കാണാറുണ്ട്. ആ ഒരു മോഹത്തിന്റെ പുറകെയായിരുന്നു വിഷ്വൽ കമ്മ്യൂണിക്കേഷന്റെ പുറകെ പോയത്. തീർച്ചയായും. താങ്കളുടെ പാരന്റ്സോ ആരെങ്കിലും ബിസിനസ്സിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പാരന്റ്സ് ബിസിനസ്സിലില്ല. എൻ്റെ പാരന്റ്സ് എന്ന് പറയുമ്പോൾ എൻ്റെ ഉപ്പ ആക്ച്വലി എൻ്റെ വളരെ ചെറുപ്പത്തിൽ എന്നെ മരണപ്പെട്ടു പോയതാണ്. 10ാമത്തെ വയസ്സിൽ എൻ്റെ ഉപ്പ മരണപ്പെട്ടു. 14ാമത്തെ വയസ്സിൽ എൻ്റെ ഉമ്മ മരണപ്പെട്ടു. അതായത് എൻ്റെ പ്രായമായ ഉപ്പായുടെയും ഉമ്മയുടെയും ഒരു ചെറിയ മോനായിട്ട് ജനിച്ച ഒരാളായിരുന്നു ഞാൻ. അപ്പൊ എത്ര മക്കളാണ്? ഞങ്ങൾ 4 മക്കളാണ്. 4 ആൺമക്കളാണ്. എൻ്റെ 3 ജ്യേഷ്ഠന്മാരുണ്ട്. എൻ്റെ ഡയറക്റ്റ് ജ്യേഷ്ഠൻ, അതായത് സ്ട്രൈറ്റ് ജ്യേഷ്ഠൻ തന്നെ ഏകദേശം 24-25 വയസ്സിന്റെ ഡിഫറൻറ്റ് ഉണ്ട് ഞങ്ങൾ. ഏറ്റവും ഇളയ ജ്യേഷ്ഠൻ, താങ്കളുടെ തൊട്ട് മുമ്പിലുള്ള ജ്യേഷ്ഠൻ. ശരിക്കും താങ്കൾക്ക് അദ്ദേഹം ഒരു മകനെ പോലെയാണ്. തീർച്ചയായും, ആ ഒരു മകനെ പോലെയാണ്. പവിത്രം സിനിമയിലൊക്കെ ഉള്ള അതേ വൈകി വന്ന ഒരു ചന്ദ്രനാണ് താങ്കള്. ശരി, അപ്പൊ പഠനമൊക്കെ കഴിഞ്ഞ് എന്താ ചെയ്തത്? പഠനം കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു പഠനം കഴിഞ്ഞപ്പോൾ ഒരു ലോൺലിനെസ് ഫീൽ ചെയ്തപ്പോൾ ബ്രദറിനെയാണ് പറഞ്ഞത്, പോരെ ഇവിടെ വന്നിട്ട് ബ്രദറിന്റെ ബിസിനസ്. ബ്രദറാണ് ശരിക്കും ഒരു ബിസിനസ്സിൽ ഇവിടെ കുറെ കാലങ്ങളായിട്ട് വാച്ചസിലുള്ളത്. അദ്ദേഹം ഒമാനിലാണ്. ആൾ ഒമാനിലാണ്. ഓൾമോസ്റ്റ് 30 വർഷത്തിന്റെ മുകളിലായിട്ട് ഒമാനിൽ ബിസിനസ് ചെയ്യുന്നത്. അദ്ദേഹം ബിസിനസ് ആണ് ചെയ്യുന്നത്. ഇപ്പോഴും ആള് ബിസിനസ് ചെയ്യുന്നത്. എന്ത് ബിസിനസ് ആണ്? ഒമാനിലെ സൊഹാർ ബാത്തിന ഏരിയയിൽ വാച്ചസിന്റെ സെയിം ബിസിനസ് തന്നെയാണ്. വാച്ചസിന്റെ സെയിം ബിസിനസ് തന്നെ. അപ്പൊ താങ്കൾ ഇവിടെ വന്ന് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ജോലിയാണോ? ജോലി ചെയ്യുമായിരുന്നു. എന്ത് ജോലിയാണ്? എൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓഫീസ് വർക്കായിരുന്നു ഞാൻ മെയിൻലി ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് അതിൽ പർച്ചേസിങ്, കോർഡിനേഷൻ, ഓവറോൾ മാനേജ്മെന്റ്, എല്ലാ കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡ് ആയിരുന്നു. അപ്പൊ അന്നൊരു 20-21 വയസ്സ് പ്രായമുണ്ട്. 21 വയസ്സ് പ്രായം. ചെറുപ്രായത്തിൽ കറക്റ്റ് 21 വയസ്സായപ്പോൾ ഒമാനിലേക്ക് വരാൻ എലിജിബിൾ ആയിട്ടുള്ള, ജോലിക്ക് വരാൻ എലിജിബിൾ ആയിട്ടുള്ള പ്രായത്തിൽ തന്നെ നമ്മൾ ഇവിടെ വന്നു ജോലി സ്റ്റാർട്ട് ചെയ്തു. എത്ര വർഷം ജോലി ചെയ്തു? അതെ, അങ്ങനെ 21 വയസ്സ് മുതൽ ഏകദേശം 26 വയസ്സ് വരെ ഞാൻ ജോലി ചെയ്തു. 5-6 വർഷത്തോളം ഞാൻ അവിടെ വർക്ക് ചെയ്യുമായിരുന്നു. ഇതേ വർക്കായിരുന്നു എല്ലാം. പിന്നെ 2016 തോന്നുന്നു ഞാൻ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി ഒരു ബിസിനസ് എന്നുള്ള രീതിയിലേക്ക് ഒരു മാറ്റം ആവശ്യമാണ്. ഒരു വർക്ക് മാത്രം പോരാ, അതിന് ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് എന്നുള്ളതിനേക്കാൾ ഉപരി
ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ബ്രദറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ വരുന്ന ഒരു ഡിസ്റ്റൻസ് എനിക്ക് അവിടെ ഫീൽ ചെയ്തു. ഒരു ജോലിയും ഒരു ബിസിനസ്സുമായിട്ട് വരും. ആ ഒരു ബ്രദർ അല്ലെങ്കിൽ ഒരു ജോലിക്കാരൻ എന്നുള്ളൊരു ഡിഫറൻസ് ഫീൽ ചെയ്തു. അത് ഇന്ന് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് അദ്ദേഹമായിരുന്നു ശരി എന്നുള്ളത്. അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു തീർച്ചയായും. പക്ഷെ ചെറുപ്രായത്തിൽ മനസ്സിലൊരു കോൺഫ്ലിക്റ്റ് ആണ്, തീർച്ചയായും അത് ഓഫ് കോഴ്സ് ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ഒരു പ്രായം തൊട്ട് തീരുമാനിച്ചു, ആ സമയത്ത് തീരുമാനിച്ചു നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഗ്രോത്ത് വേണം. ഓഫ് കോഴ്സ് അത് ഈ ഒരു ബന്ധങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ എനിക്ക് നിലനിർത്തി പോകണം എന്ന് തീരുമാനിച്ചപ്പോൾ ആളുടെ മുന്നിലേക്ക് ഈ ഒരു പ്രൊജക്റ്റ്, എനിക്കൊരു ബിസിനസ് തുടങ്ങണം എന്നുള്ളൊരു കാര്യം ഞാൻ 2016 മുന്നോട്ട് വെച്ചു. അപ്പോൾ തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് കുറച്ച് നെഗറ്റീവ്, അതിനെ ഒരിക്കലും താല്പര്യത്തോടു കൂടിയല്ല സമീപിച്ചത്. പക്ഷേ എൻ്റെ കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ കൺവിൻസ് ചെയ്തു ആളെ, ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം എന്നെ സഹായിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനും ഒരു ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. താങ്കൾ കണ്ടുപിടിച്ച മേഖല എന്താണ്? ഞാൻ ആദ്യം കണ്ടുപിടിച്ചത്, എനിക്ക് നാളെ ബ്രദറുമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ബന്ധങ്ങൾ എന്നും നിലനിർത്തണമെങ്കിൽ ഒരു കോമ്പറ്റീഷൻ ഇഷ്യൂസ് വരരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ ഞാൻ വേറൊരു മേഖല, അത് റെഡിമെയ്ഡ് ആവാം എന്ന് വിചാരിച്ചുകൊണ്ട് അതിലേക്ക് കടന്നു. അതിനുവേണ്ടിയുള്ള സ്റ്റഡി നടത്തി, പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി, എല്ലാം അത് ചെയ്യാമെന്നുള്ളൊരു മൊമെന്റ് വരെ എത്തിയ സമയത്ത് ഒരു പോയിന്റിൽ ബ്രദർ തന്നെ പറഞ്ഞു, നീ ഞാനില്ലാത്ത മേഖലയിൽ വേണമെങ്കിൽ പോയിട്ട് നീ ബിസിനസ് ചെയ്തു, വാച്ചസിന്റെ ബിസിനസ് എന്ന് പറഞ്ഞു നോക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു. കാരണം ഇവിടെ വന്നത് മുതൽ എൻ്റെ 21 വയസ്സ് മുതൽ 26 വയസ്സ് വരെ ഞാൻ വാച്ചസുകളാണ്, ഒരു ബന്ധവുമില്ല. പിന്നെ ഞാൻ ആളുടെ ഒരു കോമ്പറ്റീഷൻ വരണ്ട എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ആ ഒരു മേഖലയിലേക്ക് പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി, എനിക്ക് അറിയാവുന്ന ഒരു മേഖലയിലൂടെ ബിസിനസ്, അത് ഏത് ബിസിനസ്സുകാരാണെങ്കിൽ ഞാൻ അങ്ങനെ പറയുള്ളൂ. എന്നെ അറിയുന്ന എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയാറ്, നിങ്ങൾക്ക് അറിയുന്ന മേഖലയിൽ നിങ്ങൾ ബിസിനസ് ചെയ്യും. നമ്മൾ അവൻ ചെയ്തു അവൻ വിജയിച്ചു, ഇവൻ ചെയ്തു ഇവൻ വിജയിച്ചു, അതുകൊണ്ട് അതും വാച്ച് ബിസിനസ്സിലേക്ക് ഇറങ്ങി. എവിടെയാണ് ആദ്യം തുടക്കം ഈ പറഞ്ഞ പോലെ ഒമാനിലുള്ള ഇബ്രി എന്നുള്ള പറഞ്ഞ സ്ഥലം. അത് ഏകദേശം മസ്കറ്റിൽ നിന്ന് ഒരു 250 to 300 കിലോമീറ്ററിന്റെ വ്യത്യാസത്തിന്റെ ഷോപ്പായിരുന്നു. അതൊരു 30 സ്ക്വയർ മീറ്റർ ഷോപ്പായിരുന്നു. വാച്ചിന്റെ ചോദ്യമുണ്ട്. ഈ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ നല്ല ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും. തീർച്ചയായും. ഈ പണം എവിടെ നിന്ന് കണ്ടെത്തി? പണം ഒരു വലിയ പ്രശ്നമായിരുന്നു. കാരണം എന്നോട് ബ്രദറിനോട് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു എമൗണ്ട് ഉണ്ട്. പക്ഷെ അതൊരിക്കലും പര്യാപ്തമായിരുന്നില്ല. സോ ഞാൻ അടുത്തൊരു ഓപ്ഷൻ എനിക്ക് തരണമായിരുന്നു. അതിന് എൻ്റെ കയ്യിൽ ഓപ്ഷനായിട്ടുണ്ടായിരുന്നത്, എനിക്ക് എൻ്റെ ഉപ്പ മരണപ്പെടുന്നതിന് മുമ്പ് കരുതി വെച്ചിട്ടുള്ള ഒരു ചെറിയ കൊച്ചു വീടുണ്ടായിരുന്നു. ഒരു 1000 സ്ക്വയർ ഫീറ്റിൽ വരുന്നൊരു വീട്. ആ വീട് വിൽക്കുകയോ പണയം വെക്കുകയോ ചെയ്യണം. അതല്ലെങ്കിൽ പിന്നെ എൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അൺഫോർച്ചുനേറ്റ്ലി അല്ലെങ്കിൽ ഫോർച്ചുനേറ്റ്ലി ഐ ഡോണ്ട് നോ, ആ സമയത്തായിരുന്നു എൻ്റെ വിവാഹം നടക്കുന്നത്. ഓക്കെ. അപ്പോൾ ആ സമയത്ത് ഞാൻ വൈഫുമായിട്ട് ഡിസ്കസ് ചെയ്ത്, എനിക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ എനിക്ക് ഏകദേശം ഇത്ര റിയാൽ, എനിക്ക് തോന്നുന്ന അന്നൊരു 4000 to 5000 റിയാൽ എങ്കിലും, മിനിമം 5000 റിയാലെങ്കിലും വേണമായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് പണം കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ സ്വർണം നിന്റെ വെക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോയെന്നുണ്ടായിരുന്നു ചോദിച്ചു ഞാൻ. കാരണം ഞാൻ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 6 മാസം പോലും അപ്പോൾ ആയിരുന്നില്ല. അപ്പോൾ ആളെ സംബന്ധിച്ചിടത്തോളം ആള് വില്ലിങ് ആയിരുന്നു, ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, ചെയ്തോളാൻ വേണ്ടി പറഞ്ഞു. എല്ലാ സംരംഭകരുടെയും തുടക്കം ഒന്നെങ്കിലും ഉമ്മ അല്ലെ ഭാര്യയുടെ സ്വർണ്ണമാണ്. തീർച്ചയായും അങ്ങനെ തന്നെയാണ് താങ്കളും. അത് വിറ്റു. അതാണ്, പണയം വെക്കാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ പണയം വെച്ചിട്ട് അതിൻ്റെ ഒരു ലോണ് കൊടുത്ത് ഞാൻ ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കിത് വിജയിക്കാൻ കഴിയും, ഞാൻ വിജയിക്കും, ഞാനത് നീ ഇപ്പം നിന്റെ അടുത്ത് എടുത്ത സ്വർണം അതുപോലെ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് എനിക്ക് തിരിച്ചു തരാൻ കഴിയും. ആ കോൺഫിഡൻസിൽ തന്നു. തീർച്ചയായും. അപ്പോൾ വേറെ എവിടെയെങ്കിലും പണം വാങ്ങിയ? പിന്നെ ഓഫ് കോഴ്സ് എൻ്റെ ഒരു ഫ്രണ്ടും കൂടി സഹായിച്ചിട്ടുണ്ടായിരുന്നു ദുബായിലുള്ള. അപ്പോൾ ആ പണവും ഈ പണവും കൂടി വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് വന്നു. എല്ലാം കൂടി എനിക്ക് തോന്നുന്നു ടോട്ടൽ ഒരു 15,000 റിയാലോളം ഇൻവെസ്റ്റ്മെന്റ്. അന്നത്തെ കാലത്ത് വലിയ തുക തന്നെയാണ്. തീർച്ചയായും. അങ്ങനെ ആ സ്റ്റോർ തുടങ്ങാണ്. അന്ന് എന്താണ് പേരിട്ടത്? അതിന്റെ പേര് സൊഹാർ മോഡേൺ ലൈറ്റ്സ് എന്ന്. അതായത് ബ്രദറിന്റെ കമ്പനിയുടെ പേരായിരുന്നു സൊഹാർ മോഡേൺ വാച്ചസ്, അങ്ങനെ ഒരു പേരായിരുന്നു. നമ്മൾ ടൈം സോൺ എന്നുള്ളത് അന്ന് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു ഷോപ്പ് തുടങ്ങി. അത് നമ്മൾ തുടക്കം മുതൽ തന്നെ ഞാൻ പ്രതീക്ഷിച്ചൊരു ബിസിനസ് ഉണ്ടാകും. മിനിമം ഇന്ന ബിസിനസ് വന്നാൽ എനിക്ക് എൻ്റെ സാലറി എങ്കിലും കവർ ചെയ്യുക എന്നുള്ളത്. ആ ബിസിനസ്സിനേക്കാൾ, നമ്മൾ പ്രതീക്ഷിച്ച ബിസിനസ്സിനേക്കാൾ ഡബിൾ ബിസിനസ് ആയിട്ട് ദൈവം കൊണ്ടുവന്നു തന്നു. വെരി ഗുഡ്. അപ്പൊ ആദ്യത്തെ എംപ്ലോയി ആരാണ്? ആദ്യത്തെ എംപ്ലോയി ശരിക്കും ഞാൻ തന്നെ ആദ്യത്തെ എംപ്ലോയി എന്ന് തന്നെ എനിക്ക് പറയാം. ഞാൻ തന്നെ എംപ്ലോയി ആയിരുന്നു, ഞാൻ തന്നെ അക്കൗണ്ടന്റ് ആയിരുന്നു, ഞാൻ തന്നെ മാർക്കറ്റിംഗ് ആയിരുന്നു, ഞാൻ തന്നെ എല്ലാ രീതിയിലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. കൂടെ ആരെങ്കിലും സപ്പോർട്ടിന്?
തീർച്ചയായും ഒരു ഒമാനി സ്റ്റാഫ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി 2-3 മാസത്തിന് ശേഷം ഒരു ഒമാനി സ്റ്റാഫ് ജോയിൻ ചെയ്തിരുന്നു. അപ്പോൾ ഈ ആളും ഞാനും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ 6 വർഷം ജോലി ചെയ്തപ്പോഴും എനിക്ക് ലാംഗ്വേജ് അത്ര പര്യാപ്തമായിരുന്നില്ല. അറബി ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിലാണ്, ഞാൻ ഇൻട്രാക്ട് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി മലയാളികളോടാണ്. പക്ഷെ എന്നിട്ട് പോലും ഇത് എൻ്റെ ആവശ്യമാണ് എന്നുള്ള കാരണം കൊണ്ട് ഓഫ്കോഴ്സ് ഞാൻ പല സോഴ്സിലൂടെയും അറബി ഹിന്ദി പഠിക്കാൻ ശ്രമിച്ചു. അതുപോലെ കസ്റ്റമറോട് എനിക്ക് അറിയാവുന്ന രീതിയിൽ കൈകൊണ്ടും കാലുകൊണ്ടും കാര്യങ്ങൾ പറഞ്ഞു വിറ്റുള്ളൂ. അതുകൊണ്ട് തീർച്ചയായും അപ്പൊ എൻ്റെ കൈയും കാലും മുഖവും ആംഗ്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് അത് ചെയ്തു. കച്ചവടം നടന്നു. അത് വിജയിച്ചു. അടുത്ത പടി എന്താണ്? തീർച്ചയായും അടുത്ത പടി എനിക്ക് പെട്ടെന്ന്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു ഈ പറഞ്ഞ രീതിയിലൊക്കെ സോഴ്സ് ചെയ്തതിൻ്റെ. അപ്പോൾ അത് എനിക്ക് ക്ലിയർ ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ ക്ലിയർ ചെയ്തിട്ട് 2016-17 ഞാനൊരു സംരംഭത്തിലേക്ക് കടന്നില്ല. 18 ഞാൻ രണ്ടാമത്തെ ഒരു ഔട്ട്ലെറ്റ് തൊട്ടടുത്ത് തന്നെ ഇട്ടു. അത് ഇട്ട സമയം ആകുമ്പോഴേക്കും ഞാൻ അതിന്റെ പേര് മാറ്റി ടൈം സോൺ എന്നുള്ള പേരിലേക്ക്. ടൈം സോൺ ബ്രാൻഡാണ്. ടൈം സോൺ എന്ന് പറയുമ്പോൾ ആരുടെയും മനസ്സിൽ പെട്ടെന്ന് ഓർത്തിരിക്കാൻ സ്ട്രൈറ്റ് ആവുന്നൊരു പേരാണ്. തീർച്ചയായും അങ്ങനെ 2 ടൈം സോണായി, 2 ഷോപ്പായി. പിന്നീട് എന്ത് സംഭവിച്ചു? അതിനുശേഷം പിന്നെ ഞാൻ കാത്തിരുന്നില്ല. 2016 മുതൽ രണ്ടാമത്തെ ഷോപ്പ് വരെയാണ് വെയിറ്റ് ചെയ്തോളൂ. 2018 തുറന്ന ഷോപ്പ്. പക്ഷെ 2018 തന്നെ മൂന്നാമത്തെ ഷോപ്പ് തുറന്നു. 2019 2 ഷോപ്പ്, 2 കൗണ്ടേഴ്സ്, കിയോസ്ക് ഞാൻ തുറന്നു. അങ്ങനെ 2019 കംപ്ലീറ്റ് ആയപ്പോഴേക്കും ടൈം സോണിന് ടോട്ടൽ 5 ഔട്ട്ലെറ്റുകളായി. 2020 ആയപ്പോഴേക്കും ബ്രദറിൻ്റെ ഒരു 3 ഷോപ്പ് ഉണ്ടായിരുന്നു. അത് ഇബ്രി ഏരിയയിൽ തന്നെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ബഹല, അത് കഴിഞ്ഞ് നിസ്വ, അത് ഏകദേശം ഒരു 100 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് വരുന്ന ഷോപ്പുകളായിരുന്നു. അപ്പോൾ ഈ ഔട്ട്ലെറ്റുകളെല്ലാം ആൾക്ക് ഈ ഒരു ഏരിയയിൽ നോക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അത് എന്നോട് താല്പര്യമുണ്ടെങ്കിൽ ഹയർ ചെയ്തോളാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി അതൊരു ഓപ്ഷൻ ആണെന്നുള്ളത്. ഞാൻ എൻ്റെ അടുത്ത് അതിന് പര്യാപ്തമായ ഫണ്ട് അപ്പോഴേക്കും ഉണ്ടായിരുന്നു, അൽഹംദുലില്ലാ. അപ്പോൾ ആ ഫണ്ടിൻ്റെ ഒരു 70% ഞാൻ കൊടുത്തുകൊണ്ട് ആ ഒരു 3 ഔട്ട്ലെറ്റും അപ്പോൾ തന്നെ ഞാനത് ക്ലിയർ ചെയ്തു. പിന്നെ ബാക്കി ഒരു 30% വിത്തിൻ 6 മന്ത് കൊണ്ട് സെറ്റിൽ ചെയ്തുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ്ലി അപ്പോഴേക്കും 2020 കൊറോണ തുടക്കത്തിൽ നമ്മൾക്ക് ഏകദേശം 8 ഔട്ട്ലെറ്റ് ആയി. ഇന്ന് എത്ര ഔട്ട്ലെറ്റുകളാണ്? ഇന്ന് 16 ഔട്ട്ലെറ്റുകൾ ഓൾ ഓവർ. നിങ്ങൾ ആ സ്ഥാപനത്തിലെ ഒരു ചെറിയ ജീവനക്കാരനാണ്. പക്ഷെ ഇന്ന് 16 ഔട്ട്ലെറ്റ് ഉള്ള ടൈം സോണിന്റെ ഉടമയാണെന്ന് ഒമാനിൽ മസ്കറ്റിൽ എന്നെ കൂടെ ഇരിക്കുന്നത് അല്ലെ. 16 ഔട്ട്ലെറ്റ്. അപ്പൊ അത് വാച്ചുകൾ മാത്രമാണോ, വേറെ ഏതെങ്കിലും മേഖലയിലോട്ട് കിടന്നോ? ഞങ്ങൾക്ക് 13 ഔട്ട്ലെറ്റുകൾ വാച്ചസ് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ടൈം സോൺ എന്നുള്ള പേരിലാണ്. പിന്നെ ഞങ്ങൾ സൺഗ്ലാസ് എന്നുള്ള രീതിയിൽ 3 ഔട്ട്ലെറ്റ് ഉണ്ട്. അതിൻ്റെ നിലവിലുള്ള പേര് അൽഫർഹ എന്നുള്ള രീതിയിലാണ്. ഞങ്ങൾ അതിൽ ചെറിയൊരു മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇനി ട്രെൻഡ് സോൺ എന്നുള്ള ഒരു പേരിലേക്ക് അത് മാറ്റണം. ഓഫ് കോഴ്സ് അങ്ങനെ ഒരു രീതിയിൽ. വെരി ഗുഡ്. ഈ 16 ഔട്ട്ലെറ്റ് നമുക്ക് ഇന്ന് എത്ര എംപ്ലോയീസ് ഉണ്ട്? എല്ലാം കൂടി ഒമാനികളും വിദേശികളെല്ലാം കൂടി നമുക്കൊരു 40 എംപ്ലോയീസിന്റെ അടുത്തുണ്ട്. നമ്മളൊരു തൊഴിലാളിയായി പോകുമായിരുന്ന സ്ഥലത്ത് നിന്ന് 40 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന തൊഴിലുടമയായി എന്നുള്ളത് അഭിമാനിക്കാവുന്ന കാര്യം. തീർച്ചയായും അതാണ് റിയൽ സ്പാർക്ക് എന്ന് പറയുന്നത്. തീർച്ചയായും അവിടെയാണ് അടുത്ത ചോദ്യം. അതെ, വാച്ചുകൾ. താങ്കൾ ആ വിപണിയിലാണ്. അതെ, ഞാൻ താങ്കളെ വാച്ചുകളുടെ സുൽത്താൻ എന്ന് വിളിക്കുന്നതിൽ വിരോധമില്ലെങ്കിൽ ഒരു ചോദ്യം. എനിക്ക് അറിയില്ല അങ്ങനെ വിളിക്കാൻ പറ്റുമെന്നില്ല. അത്രമാത്രം സുൽത്താനായിട്ടില്ല. ഞാൻ തുടക്കക്കാരാണ്. ഇപ്പോഴും എനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്നും ആയിട്ടില്ല, ഇനിയും ചെയ്യാനുണ്ടെന്ന് ഉറച്ചു. ഒമാനിൽ ഏറ്റവും അധികം റീറ്റെയിൽ ഔട്ട്ലെറ്റ് ഉള്ള സ്ഥാപനം ഏതാണ്? അത് ഓഫ് കോഴ്സ് എനിക്ക് പറയാൻ കഴിയും, ടൈം സോൺ ആണ്. അപ്പൊ പിന്നെ ഞാൻ ആ പേര് വിളിക്കും. നാട്ടിൽ നിന്ന് വിജയിച്ചൊരു സംരംഭകനാണ്. നമുക്ക് വാച്ചുകളിലോട്ട് വരാം. വാച്ചുകൾ മനുഷ്യന് വളരെ വർഷങ്ങൾ മുമ്പ് തന്നെ, നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്ന് പറയും. കാരണം ചില ബ്രാൻഡുകൾ നമ്മൾ എടുക്കുമ്പോൾ അത് 100 വർഷം, 120 വർഷം, 130 വർഷം എന്നൊക്കെ പറഞ്ഞ് ബോർഡ് കാണുമ്പോൾ നമ്മൾ തന്നെ ആലോചിക്കാറുണ്ട്, ഇത് എപ്പോഴാണോ ഈ വാച്ച് കണ്ടുപിടിച്ചതെന്ന് അല്ലേ. വാച്ചുകൾ പണ്ട് കാലത്ത് നമുക്ക് വാച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ചെറു സമയം നോക്കുക, പിന്നീടാണ് ഒരു ഡേറ്റ് അതിലുണ്ടാവും. ഈ ഒരു സാധനം മാത്രമായിരുന്നു വാച്ചിന്റെ ഉപയോഗം. ഇന്ന് വാച്ച് എന്ന് പറയുന്നത് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പോലും ഈ വാച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ വാച്ചിൽ ഒരു തവണ പോലും നോക്കുന്നില്ല. ഞാൻ ഈ ഫോണിലാണ് സമയം നോക്കുന്നത്. തീർച്ചയായും വാച്ചുകൾ ഇന്ന് സമയം നോക്കാനുള്ള ഉപാധി മാത്രമാണോ, അതോ സോഷ്യൽ സ്റ്റേറ്റസും സോഷ്യൽ സിംബലിന്റെയും പ്രതീകമാണോ?
ഒരു മെജോറിറ്റി ആളുകളും വാച്ചസിന്, അതായത് സോഷ്യൽ സ്റ്റാറ്റസ് ആയിട്ട് കണക്കാക്കുന്ന മെജോറിറ്റി ആളുകളുണ്ട്. ഒരു രീതിയിലേക്ക് ഉയർന്നു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ സാറിനോട് പറഞ്ഞ പോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വാച്ചസിന് വാച്ചസ് എന്നല്ല, ഏത് ഓർണമെന്റ്സോ അല്ലെങ്കിൽ മറ്റുള്ള എന്ത് കാര്യങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്റ്റാറ്റസ് സിമ്പിളായിട്ട്, സ്ത്രീകളും ഇല്ല എന്നല്ല പറയുന്നത്, മോസ്റ്റ്ലി അവർ ഫോക്കസ് ചെയ്യുന്നത് വാച്ചസിലാണ്. ശരിയാണ്. സ്ത്രീ വള, അത് ഇത്, എല്ലാവർക്കും മാല, കമ്മല്, കുറെ ഗാഡ്ജറ്റ്സ് ഉണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വാച്ചേ ഉള്ളൂ, ഒരേ വാച്ചേ ഉള്ളൂ. അപ്പൊ അത് എല്ലാവരും ആ ഒരു സോഷ്യൽ സിമ്പിളായിട്ട് തന്നെയാണ് അതിന് കണക്കാക്കുന്നത്. ഇപ്പോൾ 10 റിയാലിന്റെ വാച്ചസും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ മില്യൺസ് വില വരുന്ന വാച്ചസുകളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഓഫ് കോഴ്സ് അത് ഉപയോഗിക്കുന്നവർ അത് ആ ഒരു സോഷ്യൽ സിമ്പിളായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അതിപ്പോൾ ബ്രാൻഡിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലും എക്കണോമിക് റേഞ്ചിൽ നമുക്കൊരു 50 റിയാൽ 60 റിയാൽ തൊട്ടിട്ട് ഏകദേശം നേരത്തെ പറഞ്ഞ പോലെ മില്യൺസ് വരുന്ന വാച്ചുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അവിടെയാണ് അടുത്ത ചോദ്യം പ്രസക്തിയാണ്. കാരണം ബ്രാൻഡുകൾ, അതെ, വാച്ചുകളിലെ താങ്കൾ ഒരു എക്സ്പേർട്ട് ആണെന്നുള്ള വിശ്വാസത്തിൽ ഈ ലോകത്തെ ഏറ്റവും പ്രമുഖ വാച്ച് ബ്രാൻഡുകൾ ഏതൊക്കെയാണ്? ഏറ്റവും പ്രമുഖ വാച്ചസ് ബ്രാൻഡുകൾ എന്ന് പറഞ്ഞാൽ എണ്ണിയാൽ തീരാത്തിടത്തോളം വാച്ച് ബ്രാൻഡുകൾ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സത്യകത. പക്ഷെ ആളുകൾക്ക് കുറച്ചും കൂടി ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് ബ്രാൻഡ് കോസ്റ്റ്ലി ആയിട്ടുള്ള വാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജേക്കബ് ആൻഡ് കോ ഉണ്ട്, പത്തേക് ഫിലിപ്പ് ഉണ്ട്, ഓഫ് കോഴ്സ് റോളക്സ് ഉണ്ട്. നമുക്കൊക്കെ അറിയാവുന്നത് റോളക്സ് ആണ്. പക്ഷേ റോളക്സ് ആക്ച്വലി നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ പ്രൈസ് റേഞ്ച് വരുന്ന വാച്ചസ് റോളക്സിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഡിമാൻഡാണ്. റോളക്സ് ഒന്നും നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പോലും, ഇപ്പോൾ ഇന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റിംഗ് പീരീഡാണ്. 1 ഇയർ മുതൽ 1.5 ഇയേഴ്സ് വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഒരു വാച്ച് റോളക്സിന് കിട്ടുന്നത്. അത്രത്തോളം ഡിമാൻഡുള്ള വാച്ചസുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ തൊട്ട് താഴെ, അതിൻ്റെ തൊട്ട് താഴെ വരുന്നത് റാഡോ വരുന്നുണ്ട്, ടിസോ വരുന്നുണ്ട്, പിന്നെ ഓഫ് കോഴ്സ് ഡിഫേസ്, ജി ഷോക്ക്, സിറ്റിസൺ, സീക്കോ, ഇതെല്ലാം വാച്ചിൻ്റെ ഒരു നമുക്ക് അഫോർഡബിൾ ആകാൻ പറ്റുന്ന ഒരു പ്രൈസ് റേഞ്ചാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മിഡ് സെഗ്മെന്റ് കുറേയധികം പറയാം. ഇനി ഒരുപാടുണ്ട്. അതായത് ഞങ്ങൾ തന്നെ ചെയ്യുന്ന ടൈറ്റാൻ ഉണ്ട്, ലീ കൂപ്പർ ഉണ്ട്, ബിവൽഹെറി പോളോ ക്ലബ്ബ് ഉണ്ട്, സാന്റാ ബർബറ പോളോ ക്ലബ്ബ്, അതുപോലെ ഡാനിയൽ ക്ലൈന്, അങ്ങനെ നിയർ ഏറ്റവും എക്സ്പെൻസീവ് വാച്ച് എടുത്തു കഴിഞ്ഞാൽ ഏതായിരിക്കാം? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജേക്കബ് ആൻഡ് കോ, പത്തേക് ഫിലിപ്പ്, അതിൽ ലിമിറ്റഡ് എഡിഷൻസ് വരെ വായിച്ചിട്ടുണ്ട്. 55 മില്യൺ ഓഫ് കോഴ്സ് ലിമിറ്റഡ് എഡിഷൻ വരുന്ന പത്തേക് ഫിലിപ്പിന്റെ 55 മില്യൺ വരുന്ന വാച്ചുകളടക്കം അവൈലബിൾ ആണ്. ജേക്കബ് ആൻഡ് കോന്റെ വരുന്നുണ്ട്. അത് എല്ലാവർക്കും ഒരുപോലെ അവൈലബിൾ ആയിട്ടുള്ളതായിരിക്കില്ല. കസ്റ്റമൈസ്ഡ് ആയിരിക്കും പലപ്പോഴും വാച്ചസ് ചിലതൊക്കെ. ഈ വാച്ചുകളുടെ പ്രമുഖരെന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡാണ്. തീർച്ചയായും ജപ്പാനും ഇതിന് കമ്പയർ ചെയ്യുമ്പോൾ സ്വിറ്റ്സർലാൻഡാണ്. ജാപ്പനീസ് വാച്ചുകൾ മിഷീൻ എല്ലാം ഓക്കെയാണ്. പക്ഷെ എക്സ്പെൻസീവ് ആയിട്ടും ആളുകളുടെ ഇടയിൽ അതിനെ ആ ഒരു സ്റ്റാറ്റസ് സിമ്പിൾ ആയിട്ട് കൊണ്ടുനടക്കുന്ന മെജോറിറ്റി വാച്ചുകൾ സ്വിസ് മെയ്ഡ് ആണ്. ഓഫ് കോഴ്സ്, ഒരു സംശയമില്ല. അവിടെ നിന്ന് വരുന്ന റാഡോ, ടിസോ, അതെ, തീർച്ചയായും. ഇപ്പോൾ ജാപ്പനീസ് ബ്രാൻഡുകളാണ് സീക്കോ, സിറ്റിസൺ ഒക്കെ, ഈവൻ കാഷ്യോ അടക്കം ജാപ്പനീസ് ബ്രാൻഡാണ്. പക്ഷെ നമ്മുടെ മലയാളികളുടെ ഇടയിൽ ഏറ്റവും പ്രമുഖമായ ബ്രാൻഡുകൾ പണ്ട് തൊട്ട് നമ്മുടെ ഗൾഫുകാരുടെ നാട്ടിലേക്ക് വരുമ്പോൾ റാഡോ ആണ്. കുറച്ച് ഹൈ എൻഡ് റേഞ്ചിലുള്ളത് റാഡോ ആണ്. പിന്നെ അതിന് താഴെ വരുന്നത് എല്ലാവർക്കും അറിയുന്നത് കാഷ്യോ, ടൈറ്റാന്, സിറ്റിസൺ ഓഫ് കോഴ്സ്. പണ്ട് കാലം തൊട്ട് സിറ്റിസൺ സീക്കോ എല്ലാവരും പറയുന്നതാണ്. അതായത് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചാണ്. ഈ റാഡോ പോലും എല്ലാവർക്കും അഫോർഡബിൾ ആയിരിക്കണം എന്നില്ല. റാഡോന്റെ ഒരു പ്രൈസ് റേഞ്ച് 350 റിയാൽ തൊട്ടിട്ട് മുകളിലോട്ടാണ്. അതും പല റേഞ്ചുകളുണ്ട്. 1000 റിയാൽ, 2000, 3000 റിയാൽ വരുന്നതുണ്ട്. ഞാൻ വാച്ചുകളെ കുറിച്ച് അറിയാത്തൊരു മനുഷ്യനാണ്. അതെ. എന്നാലും ഒരു സിമ്പിൾ ചോദ്യം. ഞാൻ റാഡോ എന്ന് പറയുന്ന ഒരു വാച്ച്, ഞാൻ ഈ കെട്ടിയിരിക്കുന്ന വാച്ചാണ്. ഈ വാച്ച് സ്വിറ്റ്സർലാൻഡിൽ ബിസിനസ് കോൺക്ലേവിന് ചെല്ലുന്ന സമയത്ത് എൻ്റെ ഫാമിലിയും കൂടെ ഉണ്ട്. ഞങ്ങൾ യൂറോപ്പിൽ ഒരു പര്യടനം കഴിഞ്ഞിട്ട് വന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ മലയാളിയായ ഒരു സുഹൃത്ത്, അദ്ദേഹം ചിലപ്പോൾ ഇത് കേൾക്കുന്നുണ്ടോ, അദ്ദേഹമാണ് എന്നെ റാഡോന്റെ ഒരു ഒഫീഷ്യൽ ഷോറൂമിൽ കൊണ്ടുവന്നത്. ഞാൻ വെറുതെ പറഞ്ഞാണെന്ന് നോക്കാം. അപ്പോൾ പലപ്പോഴും ഞാനൊരു പർട്ടിക്കുലർ മോഡൽ ദുബായിലൊക്കെ റെഗുലർ ആയിട്ട് വരുമ്പോൾ കണ്ടുവച്ചിട്ടുണ്ടെങ്കിലും പിന്നെ ആവട്ടെ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു പ്രൈസിനെ കുറിച്ച് ധാരണയുണ്ട്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ആ പ്രൈസ് എന്നോട് പറഞ്ഞപ്പോൾ നമ്മൾ മലയാളികൾ എവിടെ ചെന്നാലും പ്രൈസ് പറഞ്ഞാൽ ഫോൺ എടുക്കും, കാൽക്കുലേറ്റർ എടുക്കും, അടിച്ചു നോക്കുന്ന ആൾക്കാർ. അടിച്ചു നോക്കുമ്പോൾ വില കൂടുതലാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് വളരെ എളിമയോട് പറഞ്ഞു, ഇത് വില കൂടുതലാണ് കേട്ടോ, ഇതിനും ഭേദം ഞാൻ തിരിച്ചു പോകുന്നത് ദുബായ് വഴിയാണ്, ആ എയർപോർട്ടിൽ നിന്ന് വാങ്ങുന്ന എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം എന്ന് പറഞ്ഞ സെയിൽസ്മാനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, റാഡോ എന്ന് പറയുന്ന വാച്ച് സ്വിറ്റ്സർലാൻഡ് ഉണ്ടാക്കി വിൽക്കുന്ന ക്വാളിറ്റിയും അവർ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് മിഡിൽ ഈസ്റ്റിലായിരിക്കാം, ഇന്ത്യയിലേക്ക് പല സ്ഥലങ്ങളിലുണ്ടാവും,
അത് പല ഡിഫറെൻറ്റ് ക്വാളിറ്റിയാണ്. അതെ, അതിൻ്റേതായ ഇതിനുപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സിന്റെ വ്യത്യാസം ഉണ്ടാവും. അതെ, ബെസ്റ്റ് ക്വാളിറ്റി ഈസ് അവൈലബിൾ ഇൻ സ്വിറ്റ്സർലാൻഡ്. അതെ. അവിടെ നിന്നുകൊണ്ട് ഞാനും ഒരു കോച്ചാണ്, ഞാനും ഒരു ബിസിനസ് ട്രെയിനറാണ്, സെയിൽസ് കച്ചവടം നന്നായി ചെയ്തു വന്ന ആളാണെങ്കിലും അവൻ വൈകാരികമായി എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് കളഞ്ഞു. കൂടെ നിൽക്കുന്ന മലയാളി സുഹൃത്തും തലയാട്ടിട്ട് അവൻ പറഞ്ഞ ശരിയാ എന്ന് പറഞ്ഞപ്പോ ഞാൻ പെട്ടു എന്ന് പറയുന്നതാണ്. ആ വില കൂടുതൽ കൊടുത്തുകൊണ്ടാണ് ഞാൻ ആ വാച്ച് അന്ന് വാങ്ങിയത്. അത് സത്യമാണ്. അതോ സെയിൽസ്മെന്റും എടുക്കാണ്? ഒരു പരിധി വരെ ഒരു 90% ഞാനത് സെയിൽസ്മാൻ്റെ മിടുക്കാണെന്നേ പറയും. കാരണം ഓരോ റീജിയണിലും ഓരോ രാജ്യത്തും അതാത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ അതാത് ഓതറൈസർ ഡീലേഴ്സ് ഉണ്ടാവും. അവരാണ് തീരുമാനിക്കുന്നത് ഈ രാജ്യത്ത് ഈ പ്രൈസ് ആണെന്നുള്ളത്. അപ്പോൾ റാഡോ അവിടെ ചെയ്യുന്ന ആളായിരിക്കില്ല UAE ചെയ്യുന്നത്. UAE മീൻസ് GCC ചെയ്യുന്നത്. GCC അത് റിവോളി ഗ്രൂപ്പാണ് ചെയ്യുന്നത്. അവരായിരിക്കില്ല ഇന്ത്യയിലോ അല്ലെങ്കിൽ ഇന്ത്യയിലും റിവോളി ആണെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ രാജ്യത്തും അവിടെയുള്ള ആളുകളാണ് അതിനുള്ള ഡിസ്ട്രിബ്യൂട്ട് കമ്പനീസാണ് അതിൻ്റെ പ്രൈസ് നിർണ്ണയിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു ഇതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. 90%. ഓഫ് കോഴ്സ് ഞാൻ നേരത്തെ സാറിനോട് പറഞ്ഞ പോലെ തന്നെ ഞാൻ 2010 ഒമാനിലേക്ക് വരുന്ന സമയത്ത് അപ്പോൾ എനിക്ക് അവിടെ സൊഹാർ റൗണ്ട് അബൌട്ടിനോട് ചേർന്നിട്ട് ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. ആ ഷോപ്പിൽ റാഡോ അവൈലബിൾ ആണ്. ആ റാഡോക്ക് അവിടെയുള്ള പ്രൈസ് 110-120 റിയാലേ ഉള്ളൂ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് 2012-13 കാലഘട്ടമായപ്പോഴേക്കും എവിടെ നിന്നൊക്കെ കേട്ടു തുടങ്ങി റാഡോക്കെ പഴയ പോലെ അല്ല, പ്രൈസൊക്കെ കൂടിയിരിക്കുന്നു എന്നുള്ളത്. പക്ഷെ റാഡോ പ്രൈസ് കൂടിയതല്ല, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അത് ഏറ്റെടുത്തിട്ട് അവർ കൂട്ടിയതാണ്. പിന്നെ അവർ തീരുമാനിക്കുന്നതാണ് പ്രൈസ്. ഒരിക്കലും UAE-ലോ അല്ലെങ്കിൽ മറ്റ് പല രാജ്യത്തോ നമ്മൾ ഓതറൈസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ അതിനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് വേറൊരു കമ്പനിക്ക് അത് സെയിൽ ചെയ്യാനുള്ള അനുവാദമില്ല. ഈ UAE-ലൊക്കെ പ്രത്യേകിച്ച്. അപ്പോൾ ആ കാരണം കൊണ്ട് തന്നെ മറ്റുള്ള കമ്പനികൾ അത് കൊണ്ടുവരാനോ അത് വിൽക്കാനോ ഉള്ള ഡിഫറൻറ്റ് വരുന്നത്. പക്ഷെ എന്നിരുന്നാലും ഒമാനിൽ ഇതിലൊരു വ്യത്യസ്തത ഉണ്ട്. ഒമാനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ഓതറൈസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ, ഓതറൈസ്ഡ് ഡീലർ എന്നുള്ള രീതിയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് റാഡോ അല്ല, ടിസോ അല്ല, ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഇവിടെ നമുക്ക് കൊണ്ടുവരാം, നമുക്ക് വിൽപ്പന നടത്താം. അപ്പോൾ അതിന് ഇവിടെ സുതാര്യമായിട്ടുള്ള ഒരു ഇത് ഒമാൻ ഗവൺമെൻറ് സപ്പോർട്ടീവായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ ഞങ്ങളുടെ ഒരു ഇതിലുണ്ട്, ചിലപ്പോൾ ടിസോ റാഡോ ഒക്കെ ഇൻ ഫ്യൂച്ചറിൽ നമുക്കും ചെയ്യണമെന്നുള്ള തന്നെയാണ്. ഈ വർഷത്തിൽ ചിലപ്പോൾ എൻഡ് ഓഫ് ഇയറിലാകുമ്പോഴേക്കും നമ്മൾ ടിസോ ഹയർ ചെയ്യാൻ സാധ്യത, ടിസോ നമ്മുടെ ഷോപ്പിലേക്ക് അവൈലബിൾ ആവാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. അനസ്, ഒന്ന് ചോദിച്ചോട്ടെ, വളരെ സാധാരണക്കാരായ ആൾക്കാർ കാണുന്നവരാണ് ഞങ്ങൾ. അതെ, ഒരു വാച്ച് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്താണ്? ഓഫ് കോഴ്സ് അതിൻ്റെ ബ്രാൻഡ് വാല്യൂ, അതിൻ്റെ ക്വാളിറ്റി, എല്ലാ പ്രൊഡക്റ്റുകളും പറയുന്ന പോലെ തന്നെ അതിൻ്റെ ബ്രാൻഡ് വാല്യൂയും പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്. ബ്രാൻഡ് വാല്യൂക്കിനനുസരിച്ചിട്ടുള്ള അതിൻ്റെ മെഷീൻസും അതിൻ്റെ കേസ് ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ചെയ്തിരുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ഇപ്പോൾ ഇതിൽ തന്നെ ജാപ്പനീസ് മെഷീൻസ് ഉപയോഗിക്കുന്ന വാച്ചുകളുണ്ട്, സ്വിസ് മെഷീൻസ് ഉപയോഗിക്കുന്ന വാച്ചുകളുണ്ട്, ഈവൻ ചൈനീസ് മെഷീൻസ് ഉപയോഗിക്കുന്ന വാച്ചുകളുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന വാച്ചിൻ്റെ ഡിസൈൻ കണ്ടു ഇഷ്ടപ്പെട്ടു കെട്ടുക എന്നതിനേക്കാൾ ഉപരി അതിൻ്റെ മെറ്റീരിയൽസ് എന്താണെന്നുള്ളതും അതിൻ്റെ മെഷീൻ എന്താണ് ഉപയോഗിക്കുന്നുള്ളതും അതിൻ്റെ വാറൻറ്റി, ഡ്യൂറബിലിറ്റി അതൊക്കെ എത്രത്തോളം നമുക്ക് കിട്ടുന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നത്. ഇപ്പോൾ കാഷ്യൂവിൻ്റെ പല വാച്ചുകളും G-Shock, Edifice പോലുള്ള വാച്ചുകളൊക്കെ മിനിമം 10 years പ്ലസ് നമുക്ക് വാറൻറ്റി, വാച്ച് ബാറ്ററി വാറൻറ്റി കിട്ടും. നമുക്ക് 15, 20, 25 വർഷം വരെ ഉപയോഗിച്ചാൽ പോലും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, വാച്ചുകൾ എത്ര നാൾ നിലനിൽക്കും? നല്ല ക്വാളിറ്റിയുള്ള വാച്ച് നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചിട്ട് അതിന് എത്ര ഡ്യൂറബിലിറ്റി നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. ഒരിക്കലും ഇപ്പോൾ ഞങ്ങളുടെ ഷോപ്പിൽ തന്നെ ഓറിയൻറ്റ് പോലത്തുള്ള പഴയ കാലത്ത് വാങ്ങിയിട്ടുള്ള വാച്ചുകൾ ഞാൻ 35 വർഷമായി 40 വർഷമായി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ കൊണ്ടുവന്ന് കാണിച്ചു തരാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കാഷ്യോ പോലുള്ള വാച്ചുകൾ, ബ്രാൻഡുകളുടെ പ്രൊഡക്റ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. എൻ്റെ പിതാവ് 2023 നഷ്ടപ്പെട്ടത്. അദ്ദേഹം 25 കൊല്ലം ഉപയോഗിച്ച റാഡോ വാച്ച് സൂക്ഷിച്ച് ഞങ്ങളത് വെച്ചിട്ടുണ്ട്. തീർച്ചയായും 25 വർഷം അത് ഉപയോഗിച്ചു. പക്ഷെ അത് വർക്കിംഗ് ആണ്. അത് സൂക്ഷിക്കുന്ന ആൾക്കാർ എത്ര വർഷം വേണേ നിലനിർത്താം വാച്ചുകൾ. അതെ, അതാണ് ഏറ്റവും മെഷീനിന്റെ കേസിൽ ഏറ്റവും നല്ല മെഷീൻസ് ഉള്ള വാച്ചുകൾ വരുന്നത് നമ്മളെ സ്വിറ്റ്സർലാൻഡ് മെഷീൻസ് ആണ്. സ്വിസ് മെഷീൻസ് ആണ്
സ്വിസ് വാച്ചസുകളാണ് ഡ്യൂറബിലിറ്റിയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. വാച്ചുകൾ നമുക്ക് ബിസിനസ്സിലൂടെ തിരിച്ചു വരാം. ഓക്കെ. താങ്കൾ പ്രവാസിയാണ്, നാട് വിട്ടു പോകുന്ന ഒരു സംരംഭം തുടങ്ങി ഒമാൻ. അതെ. പൊതുവേ നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ ഒരു ബിസിനസ് തുടങ്ങാനുള്ള മോഹമായി വന്നെത്തുന്നത് ദുബായിലാണ്. അതെ. താങ്കൾ വ്യത്യസ്തനാണ്, താങ്കളുടെ ജ്യേഷ്ഠൻ ഇവിടെ ഉള്ളതുകൊണ്ടായിരിക്കും. ഒമാൻ GCCയിലും നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ ബിസിനസ് തുടങ്ങാൻ പറ്റിയ ഒരു മണ്ണാണോ, വളക്കൂറുള്ള മണ്ണാണോ? ഇവിടെ ബിസിനസ് തുടങ്ങുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? വളക്കൂറുള്ള മണ്ണാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ പോലും ഇവിടെ വന്നുകൊണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രത്യേകതയാണ് ഒമാനിലുള്ളത്. അതുപോലെ പരാജയമായിക്കോട്ടെ വിജയമായിക്കോട്ടെ ഒരു വലിയ മാറ്റങ്ങളില്ലാതെ അതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അത് ഉണ്ടാവുള്ളൂ. നമുക്കതിനെ അളന്ന് മുറിച്ചുകൊണ്ട് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് മാറ്റങ്ങൾ വരുത്താനുള്ള സമയം ഒമാനിൽ കിട്ടും. UAEയുടെ കേസിലോ ഖത്തറിൻ്റെ കേസിലോ നമുക്ക് അതിനുള്ള സമയം കിട്ടില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടുത്തെ പോലെയല്ല. അതുപോലെ സപ്പോർട്ട് ഓഫ് കോഴ്സ് എനിക്ക് തോന്നുന്നു UAEയിലും ഉണ്ട്. ഇവിടെ ഒമാനിലും അത്യാവശ്യം നല്ല രീതിയിൽ ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റിന് സപ്പോർട്ട് അവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം ഒമാനി ഇവിടുത്തെ ആളുകളുടെ ഒരു സ്വഭാവം, അവരുടെ ഒരു പെരുമാറ്റവും അവരുടെ ഒരു സപ്പോർട്ടും, ഈവൻ ഒരു വണ്ടി കംപ്ലൈൻറ്റ് വന്നിട്ട് സൈഡാക്കി നിൽക്കുന്നത് കണ്ട അവരൊരു ഫാമിലിയോട് കൂടി സഞ്ചരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും സൈഡാക്കി തന്ന് ആ വണ്ടിക്ക് ടയറിനൊരു കംപ്ലൈൻറ്റ് ഉണ്ട്, ആ ടയർ മാറ്റിയിടുന്നത് വരെ കൂടെ നിന്ന് മാറ്റിയിട്ട് സഹായിച്ച് ഉറപ്പ് വരുത്തിയിട്ട് അവർ പോവുള്ളൂ. ആ ഒരു മനോഭാവം എനിക്ക് തോന്നുന്നത് GCCയിലെ ഒമാനികൾക്ക് ഉള്ളതുപോലെ വേറൊരു രാജ്യത്തും ഉണ്ടോ. ഞാനത് അനുഭവിച്ച ഒരാളാണ്. കാരണം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ മലബാറികൾ അല്ലെങ്കിൽ കേരളത്തിലുള്ളവർ എന്ന് പറയുമ്പോൾ എന്തോ ഒരു ബഹുമാനവും സ്നേഹവും അടുപ്പവും ഒമാനികൾക്ക് തീർച്ചയായും ഉണ്ട്. എല്ലാവരോടും ഉണ്ട്. മലയാളികളോട് മലബാറികളോട് ഒരു പ്രത്യേക കൂടുതലുകളുണ്ട്. അവർക്ക് വളരെ ഒരു ബഹുമാനത്തോടു കൂടിയാണ്, നമ്മളെ സ്നേഹത്തോടു കൂടിയാണ് കാണുന്നത്, അവരെ കാണുന്നത്. ബാക്കിയുള്ളവർക്ക് അങ്ങനെ അല്ല എന്നുള്ളതല്ല. പക്ഷെ ഇവിടെ ഒരു ഹോസ്പിറ്റൽ പിന്നെ വളരെ പീസ്ഫുൾ ആയിട്ട് സ്ഥലമാണ്. പീസ്ഫുൾ ആയിട്ട്, അതായത് മര്യാദയ്ക്ക് പണിയെടുത്ത് നിയമങ്ങളൊക്കെ പാലിച്ച് പോവുകയാണെങ്കിൽ ഇവിടെ ബിസിനസ് വിജയിപ്പിക്കാൻ ആർക്കും പറ്റും. തീർച്ചയായും, അതിലൊരു സംശയമില്ല. അത് ഇവിടെ നിന്ന് കോസ്റ്റ് ഓഫ് ലിവിങ് കുറവാണ്. കോസ്റ്റ് ഓഫ് ലിവിങ് ഓഫ് കോഴ്സ് കമ്പാരിറ്റീവ്ലി ഖത്തറോ അല്ലെങ്കിൽ UAEയോ മറ്റുള്ള ഏത് രാജ്യങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറവായിരിക്കും. ഞാൻ താങ്കളുടെ ബിസിനസ്സിലേക്ക് തിരിച്ചു വരാം. ടൈം സോൺ ഇന്ന് മാതൃകാപരമായ ഒരു വളർച്ചയാണ് ഒമാനിൽ നിങ്ങൾ ഉണ്ടാക്കിയത്. 16 ഷോറൂം, സൺഗ്ലാസ് ഉൾപ്പെടെ. താങ്കളുടെ ഈ വിജയത്തിന്റെ പിന്നിൽ എന്താണ്? വിജയത്തിന്റെ പിന്നിൽ ഒറ്റ വാക്കിൽ ഒരു ഉത്തരമാണ് വേണ്ടതെങ്കിൽ അത് സ്റ്റാഫുകളാണ്. സപ്പോർട്ടീവായിട്ടുള്ള സ്റ്റാഫുകൾ. അത് ഓഫീസിലാണെങ്കിലും ഷോപ്പുകളിലാണെങ്കിലും ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള അവരുടെ മാക്സിമത്തിൽ അവർ തന്നുകൊണ്ട് അവർ ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ചങ്കാണ് അവർ. തീർച്ചയായും അവരത് ചെയ്യുന്നുണ്ട്. അതെനിക്ക് പല ഭാഗത്തു നിന്നും എൻ്റെ ഫീഡ്ബാക്കുകൾ പല ആളുകളും എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. അവരെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ട് ഇന്ന ആൾ ഇന്ന രീതിയിൽ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട്. എനിക്കൊരു പേഴ്സണലായിട്ടൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ കോമ്പറ്റീഷൻ വിഷയവുമായി ബന്ധപ്പെട്ട് മസ്കറ്റിലുള്ള ഒരു ലുലു ഹൈപ്പർ മാർക്കറ്റിലുള്ള GM എന്നോട് ഒരിക്കൽ വിളിച്ചിട്ട് പറഞ്ഞു, അനസ് നിങ്ങൾ അവിടെ വിഷയം നടക്കുകയാണ്. അതായത് അവിടുത്തെ ഒരു സ്റ്റാഫും തൊട്ടപ്പുറത്ത് വാച്ച് ഷോപ്പ് ഉണ്ട്, അവിടുത്തെ ഒരു സ്റ്റാഫും തമ്മിലുള്ള വിഷയം നടക്കുന്നത്. ആ ഒരു വിഷയം വന്നതോട് കൂടിയിട്ട് എന്നെ ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞു, അനസ് നിങ്ങളെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആത്മാർത്ഥത കൂടുതലാണ് നിങ്ങളോട്. അതുകൊണ്ടാണ് അവർ ഇമാതിരി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവർ ബിസിനസ് പിടിക്കാൻ ശ്രമിക്കുന്നത്. അത് നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നാണ് പറയുന്നത്. എനിക്ക് ഭയങ്കര, അപ്പോൾ അവിടെ ഒരു പ്രശ്നമാണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു. നമ്മുടെ ആൾക്കാർ അത്ര അഗ്രസീവായിട്ട് അവർ ചെയ്യുന്നുണ്ട്. അവർക്ക് അതിന് വേണ്ടി ട്രൈ. ഒന്ന് നിങ്ങളുടെ എംപ്ലോയീസ് ആണ് വിജയത്തിന്റെ പിന്നിൽ, വേറെന്താണ്? അടുത്തത് പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മളെ വിശ്വസിച്ച് ഇത്രയും കാലം നമ്മളെ കസ്റ്റമേഴ്സാണ്. അവര് അത് എത്ര ഉണ്ടാവും? അത് നമുക്ക് അങ്ങനെ എണ്ണിയാൽ പറയാവുന്നത് 10,000 അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അത്രത്തോളം കസ്റ്റമേഴ്സ് നമുക്ക് ഈ ഒരു 9 വർഷം 2016 മുതൽ 25 വർഷം വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ സപ്പോർട്ടും നമ്മുടെ ഷോപ്പിൽ ഒരിക്കൽ വന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ അവർ 3-4 പേർക്ക് സജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ കിട്ടുന്ന കസ്റ്റമറാണ് നമുക്ക് കൂടുതലുള്ളത്. അപ്പോൾ അങ്ങനെയുണ്ട്. ഓഫ് കോഴ്സ് നമ്മൾ മാർക്കറ്റിംഗ് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഗൂഗിൾ റിവ്യൂസുള്ള, ഏറ്റവും പോസിറ്റീവ് ഗൂഗിൾ റിവ്യൂസുള്ള ഒമാനുള്ള വാച്ചസോ ഈവൻ മറ്റുള്ള റീറ്റെയിൽ നോക്കുകയാണെങ്കിൽ പോലും ഞങ്ങളായിരിക്കും വൺ ഓഫ് ദി. ടൈം സോൺ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണ്? ടൈം സോണിൽ സുതാര്യമായിട്ടും വിശ്വസനീയമായിട്ടും കസ്റ്റമേഴ്സിന് വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ബ്രാൻഡ് വാച്ചുകളാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ മാർക്കറ്റിൽ പല രീതിയിലും ഏറ്റവും കൂടുതൽ കോപ്പികളും സെക്കൻഡ് ക്വാളിറ്റി പ്രൊഡക്റ്റുകളും കൂടുതൽ വരുന്നത് ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ വാച്ചസാണ്. തീർച്ചയായിട്ടും. അതെ. അപ്പോൾ അത് നമുക്ക് അറിയാൻ പറ്റാത്തടത്ത രീതിയിൽ ഉള്ള ചെറിയ ചേഞ്ചസുകൾ, മൈന്യൂട്ട് ചേഞ്ചസുകളോട് കൂടിയിട്ടുള്ള കോപ്പികൾ മാർക്കറ്റിൽ വളരെ നന്നായിട്ട് അവർ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റും വെച്ച് ഒരാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, ഒരിക്കലും അറിയാൻ കഴിയാത്ത രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ
ഞങ്ങൾക്ക് ഏറ്റവും കസ്റ്റമേഴ്സിന് ഒരിക്കലും ഞങ്ങളെ ഭാഗത്തു നിന്ന് ഒരു വാച്ച് കൊണ്ടുപോയിട്ട് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് വരുന്ന ഒരു കേസ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങളത് ചെയ്യില്ല എന്നുള്ളതാണ്. പല ഷോപ്പിലും ഞാൻ കണ്ടിട്ടുണ്ട്, അവര് തന്നെ പറയും ഇത് ഒറിജിനലാണ്, കോപ്പിയാണ്, വില ഇത്രയാണ്. അതെ, നിങ്ങൾ അങ്ങനെ ചെയ്യില്ല. ഞങ്ങൾ ചെയ്യില്ല. ഞങ്ങൾ ഒരു ഔട്ട്ലെറ്റിൽ പോലും ഒരു കോപ്പി പോലും വെക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല വാച്ചിന്റെ കേസിൽ എന്നുള്ളതാണ്. അത് ചെയ്യുന്നതോട് കൂടിയിട്ട് ഒരെണ്ണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻറ്റയർലി ഷോപ്പിനെ അത് എഫക്ട് ചെയ്യും എന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരിക്കലും അത് സപ്പോർട്ട്. അപ്പോൾ ടൈം സോണിലേക്ക് വന്നാൽ ഒറിജിനൽ നല്ല ക്വാളിറ്റി ഉള്ളതും നല്ല ക്വാളിറ്റി ഉള്ളതും ഒറിജിനലുമായിട്ടുള്ള അതിനോടൊപ്പം വേറെന്താണ് നിങ്ങളുടെ വിശേഷം? പിന്നെ ഞങ്ങളുടെ സർവീസാണ്. ഓഫ് കോഴ്സ് സർവീസ് ഏറ്റവും ആഫ്റ്റർ സെയിൽ സർവീസ് ഏറ്റവും നല്ല രീതിയിൽ തന്നെ കൊടുക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അത് ഞാൻ ഷോപ്പുകളിലുള്ള എല്ലാ സ്റ്റാഫുകളും അത് എല്ലാ രീതിയിലും ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു ഹോസ്പിറ്റാലിറ്റി ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുക. അത് പ്രൊഡക്റ്റ് വാങ്ങാൻ വരുന്ന സമയത്ത് മാത്രമല്ല, പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് പോയി കഴിഞ്ഞാലും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക, കസ്റ്റമറായിട്ടുള്ള ഒരു ഫോളോ അപ്പ് നിലനിർത്തുക എന്നുള്ളതൊക്കെ ഞങ്ങൾ മിനിമം ചെയ്യുന്ന ഒരു ക്വാളിറ്റിയിൽ വരുന്ന ഒന്നാണ്. താങ്കളുടെ ഈ ചർച്ചയിൽ തന്നെ സ്പഷ്ടമാണ് ടൈം സോണിന്റെ താങ്കളുടെ എത്രമാത്രം ഫോക്കസ്ഡ് ആയിട്ടാണ് താങ്കൾ അത് ചെയ്യുന്നത് എന്നുള്ളത്. ഭാവി സ്വപ്നങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് 2030 ആകുമ്പോഴേക്കും GCCയിലും ഒമാനിലും, ഓഫ് കോഴ്സ് GCCയിലെ UAE അല്ലെങ്കിൽ ഖത്തർ തുടങ്ങിയുള്ള രാജ്യങ്ങളുമായിട്ട് 30 ബ്രാഞ്ച് വരെ എത്തിക്കണം എന്നുള്ളത്. 30 ബ്രാഞ്ചുകൾ. അതെ അല്ലേ? അപ്പൊ അത് താങ്കളൊരു ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്തുനിന്ന് 30 ബ്രാഞ്ചുകൾ നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കാനാവും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും. നിങ്ങൾ കേട്ടു അനസ് എന്ന ഈ യുവാവിൻ്റെ ഒരു പ്രവാസിയാണ് അദ്ദേഹത്തിൻ്റെ കഥ. അദ്ദേഹം നാട്ടിൽ നിന്ന് സ്വന്തം ജ്യേഷ്ഠൻ്റെ കൂടെ വന്നതാണ്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ജ്യേഷ്ഠനോട് അദ്ദേഹത്തിന് ആദ്യമൊക്കെ വിരോധം തോന്നി, പക്ഷേ പിന്നീടാണ് തിരിച്ചറിവുണ്ടാവുന്നത് ആ ജ്യേഷ്ഠൻ എത്ര സ്നേഹത്തോടു കൂടിയാണ് അദ്ദേഹത്തെ കാര്യങ്ങൾ പഠിപ്പിച്ച് പ്രാപ്തനാക്കിയതെന്ന്. അദ്ദേഹം സ്വന്തമായ ഒരു സ്ഥാപനം തുടങ്ങുന്നു. ഇന്ന് 16 ഷോറൂമുകൾ. അദ്ദേഹം ഒമാനിലെ ഏറ്റവും വലിയ റീറ്റെയിൽ ശൃംഖലയുടെ ഉടമയായി തീർന്നിരിക്കുകയാണ്. ടൈം സോൺ ഇന്ന് വാച്ചുകളുടെ, നല്ല വാച്ചുകളുടെ അപരനാമമായി. അദ്ദേഹത്തിന് ഹാർഡ്ഷിപ്പ് ഉണ്ട്. സ്വന്തം ഭാര്യ കൊടുത്ത ആ സ്വർണം അത് വിറ്റ്, അത് മാത്രമല്ല കടം വാങ്ങിയ പണം കൊണ്ട് തുടങ്ങിയതാണ്. അന്ന് ഇദ്ദേഹം ചെറുതായിരുന്നു, ഇന്ന് വലുതായി. പക്ഷെ കൂടെയുള്ളവരെ മറന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ അദ്ദേഹം സാക്ഷ്യം പറയുന്നു. അദ്ദേഹത്തിൻ്റെ എംപ്ലോയീസാണ്. അദ്ദേഹത്തെ വിശ്വസിച്ച് ഒരു കോപ്പി പോലും ഇല്ലാതെ ഒറിജിനൽ പ്രോഡക്റ്റ് വാങ്ങാൻ വരുന്ന കസ്റ്റമേഴ്സാണ് അദ്ദേഹം വളർത്തിയതെന്ന്. വലിയ സ്വപ്നങ്ങളാണ് അനസ് മുന്നോട്ട് വയ്ക്കുന്നത്. അദ്ദേഹം GCC എല്ലാം ടൈം സോണുമായി പറന്ന് പോവുകയാണ്. ഇത്തരം നല്ല സംരംഭകർ നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. പ്രവാസികളായി വന്ന് ജോലി ചെയ്ത് ആ പണം സമ്പാദിച്ച് തൊഴിൽ ചെയ്ത് ഉണ്ടാക്കിയ പണം കൊണ്ട് ഇനിയും സംരംഭങ്ങൾ ഉണ്ടാവട്ടെ, നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കാനാവട്ടെ. അനസ് വളരെ ഇൻസ്പയറിംഗ് ആണ്. താങ്കൾ വാച്ചുകളുടെ സുൽത്താൻ തന്നെയാണ്. ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും. താങ്ക് യു സർ.